അമ്മച്ചി ചോദിച്ചില്ലേ എനിക്ക് അമ്മയും പെങ്ങന്മാരും ഭാര്യയും മക്കളും ഉണ്ടോന്ന്? എന്റെ ജീവിതത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അമ്മയാണ് സത്യം. വെട്ടിക്കൊന്നുകളയും ഞാൻ ഇതാരായാലും. മോനെ മോനെ അപ്പച്ച, എൻ്റെ മോൻ മേരി ഫ്രാൻസിസിനെ കണ്ടോ? അല്ല, മേരി അമ്മയെ കണ്ടോ? ഞാൻ കണ്ടു അപ്പച്ച. എൻ്റെ അമ്മച്ചിയെ ഞാൻ കണ്ടു അപ്പച്ച. കേരളം മുഴുവൻ മേരിയം എന്ന് വിളിച്ച് ആഘോഷിക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ കണ്ടു അപ്പച്ച. അപ്പച്ച, ചായ. അപ്പച്ചൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ദൈവം തന്ന പൊന്നുമോനാണ് നീ. അതെന്താ അപ്പച്ചൻ അങ്ങനെ പറഞ്ഞത്? ഇനിയും ഞാൻ അധികകാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ സത്യം നിന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതും ശരിയല്ല. മോൻ അമ്മയുടെ ഫോട്ടോ ചോദിക്കാറില്ലേ? ഞാൻ വിവാഹം കഴിച്ചിട്ടുമില്ല, എനിക്ക് കുട്ടികളുമില്ല. ബയോളജിക്കലി നീ എൻ്റെ മകനല്ല. അപ്പച്ച. അതേ മോനെ. അപ്പോൾ ഞാൻ മേരി ഫ്രാൻസിസ് എന്നാണ് നിൻ്റെ അമ്മയുടെ പേര്. മേരിയും അച്ഛനും ഹോസ്പിറ്റലിൽ നിന്നും പോയത് റെയിൽവേ ട്രാക്കിലൊക്കെ ആയിരുന്നു ആത്മഹത്യ ചെയ്യാൻ. എനിക്ക് ഈ ജീവിതം വേണ്ട അപ്പച്ച. മോളെ, മോളുടെ കൂടെ എന്നും ഈ അപ്പച്ചനുണ്ടാവും. സർ, ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ്. മേരി ഫ്രാൻസിസ് ഗർഭിണിയാണ്. മേരി നിന്നെ പ്രസവിച്ചതും നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അന്ന് രാത്രി അവർ ഇവിടെ നിന്നും പോയി. കുട്ടിയെ അവർ റെയിൽവേ ട്രാക്കിനടുത്ത് ഉപേക്ഷിച്ചു. മോനെ, ആക്രി പറക്കുന്ന കുറേ കുട്ടികളാണ് നിന്നെ റെയിൽവേ ട്രാക്കിനടുത്തുള്ള പുൽക്കാട്ടിൽ കണ്ടെത്തിയത്. അവരാണ് നിന്നെ എൻ്റെ അടുത്ത് എത്തിച്ചതും. അവരുടെ കഥകൾ ഈ ലോകത്ത് ആർക്കും അറിയില്ല. അവർ അധികം ആരോടും സംസാരിക്കാറുമില്ല. അപ്പച്ച, എനിക്ക് എൻ്റെ അമ്മയെ കാണണോ അപ്പച്ച? മോനെ, നിന്നെ മേരിയമ്മ തിരിച്ചറിഞ്ഞോ? ഇല്ല അപ്പച്ച, അമ്മച്ചിക്ക് എന്നെ മനസ്സിലായി കാണില്ല. ഒരു TV റിപ്പോർട്ടറുടെ വേഷത്തിലാണ് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ചെന്നത്. മാനസിക രോഗിയായ അമ്മമ്മ, താളം തെറ്റിയ മനസ്സുമായി അപ്പാപ്പൻ, എല്ലാം തകർന്ന് ഒരു ജീവച്ഛവം പോലെ എൻ്റെ അമ്മ. മോൻ വീട്ടിലോട്ട് വരുന്നില്ലേ? അപ്പച്ചൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ബാംഗ്ലൂർക്ക് പോകുകയാണ്. എനിക്ക് കുറച്ച് ജോലികൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ അമ്മച്ചിയെ വേദനിപ്പിച്ചവരെ എനിക്ക് വെറുതെ വിടാനാവില്ല അപ്പച്ച. എൻ്റെ മോനാ ശരി, ചില ജോലികൾ അത് ചെയ്തു തന്നെ തീർക്കണം.
സാർ ആരാ? സാർ ഈ ബിൽഡിംഗ് ഓണർ പക്കത്തിലെടുക്കാം സാർ. സാർ മലയാളിയാണല്ലേ? ഈ ഹോസ്റ്റലിൽ കൂട്ടിയിട്ട് വർഷങ്ങളായി. ഞാൻ ഇവിടുത്തെ വാച്ച്മാനായിരുന്നു സാറേ. ഇതിന്റെ ഓണർ ഒരു തരികട മലയാളിയായിരുന്നു സാർ. അയാളുടെ സ്ഥലമൊന്നും എനിക്കറിയില്ല. പക്ഷേ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മലയാളി സ്ത്രീ ഉണ്ടായിരുന്നു. പേര് ഗ്രേസി ഷാജ് എന്നായിരുന്നു. അവളുടെ വീട് എടപ്പള്ളിക്ക് അടുത്ത് വരാപ്പുഴയിൽ ബസിലിക്ക പള്ളിക്ക് അടുത്തെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ചേട്ടാ, ഈ ബസിലിക്ക പള്ളിയുടെ അടുത്ത് ഒരു ഗ്രേസി ഷാജു താമസിക്കുന്നുണ്ട്. അറിയാമോ ചേട്ടാ? അവർ കുറച്ച് നാൾ ബാംഗ്ലൂരിൽ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ വർക്ക് ഓ ചെയ്തു. ശരി, അവരിപ്പോൾ തന്നെ ആ ബസിലിക്ക പള്ളിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു. ഗ്രേസി ചേച്ചി അല്ലേ? എന്തി? ഗ്രേസി ചേച്ചി ബാംഗ്ലൂരിൽ ഹോസ്റ്റലിൽ ജോലി ചെയ്തിരുന്നു. ഉവ്, അത് പൂട്ടിയല്ലോ. ആ ഹോസ്റ്റൽ വിൽക്കുന്നു എന്ന് കേട്ടു. അതിൻ്റെ ഉടമസ്ഥൻ്റെ വീട് എവിടെയാണെന്ന് അറിയാനാ. മുതലാളി ഒരു ജോൺ റൊസാരിയോ, തല്ലിപ്പൊളിയായിരുന്നു. അയാളിപ്പോൾ പാലക്കാട് അടുത്ത് അട്ടപ്പാടിയിൽ ഒരു കോഴിക്കടയുമായി ഉണ്ട്. താങ്ക് യു. ജോൺ റൊസാരിയോ? എന്താ സാറേ? ചോര വേണം. ചോരയോ? എന്തിനാ ചോര? എന്റെ പട്ടിക്ക് കൊടുക്കാനാ. ഇവിടെ ചോരയൊന്നുമില്ല. ചങ്ക് പൊളിച്ച ചോര കിട്ടില്ലേ? ചങ്കും ചോരയോ? ഇവിടെ ചങ്കും ചോരയൊന്നുമില്ല. സാറ് പോയേ, എനിക്ക് സിറ്റിയിലേക്ക് പോകേണ്ടതാ. പണം വേണ്ട സാർ. നിനക്കെൻ്റെ പൈസ വേണ്ടടാ.
കാല് വലിക്കരുത് സാർ. എന്തെങ്കിലും വേദന കൊടുക്കലാമോ സാർ? നീ കുറച്ച് ദിവസം എൻ്റെ കോഴിക്കടയിൽ നിന്നോ, ശാപ്പാട് തരാം. എടാ, പോയി അരക്കുപ്പി ബ്രാൻഡ് വാങ്ങിയിട്ട് വാടാ. ചേട്ടാ, ബ്രാൻഡി. എടാ, അത് ഗ്ലാസ്സിൽ ഒഴിക്കടാ. വെള്ളം വേണോ ചേട്ടാ? വേണ്ട, നീ നിറച്ചൊഴുക്കി. ഇനി വേണോ ചേട്ടാ? ഒഴുക്കി. നീയും നിന്റെ കൂട്ടുകാരും കൂടി ബാംഗ്ലൂരിൽ വലിച്ചു കീറിയ മേരി ഫ്രാൻസിസിന്റെ മോനാടാ ഞാൻ. നിന്റെ ചോരയാടാ എനിക്ക് വേണ്ടത്, നിന്റെ ചങ്കിലെ ചോര. അതാടാ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ള സമ്മാനം.